എല്ലാവർക്കും നമസ്കാരം. ഹീലിംഗ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു വലിയൊരു സത്യമുണ്ട്. കാണാൻ അതീവ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ പറ്റിയാണ് പറയുന്നത്. പ്രത്യേക ഒരു ഭംഗി, ഒരു ആകർഷണത്വം ഉള്ള സ്ത്രീകളുണ്ട് കുറേ പേര്, നമുക്ക് കാണാൻ പറ്റും. പല ജോലി സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പൊതുവേ കൂടുതലും ഈ ജോലിക്കാരായ ആൾക്കാർക്കാണ് കൂടുതൽ ഈ പ്രശ്നം. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അത്രയും വലിയ കുഴപ്പം ഞാൻ കാണുന്നില്ല. കാരണം അവർ അധികം ആൾക്കാരായിട്ട് കോൺടാക്ട് ചെയ്യുന്നില്ല, അധികം ആളുകൾ കാണുന്നില്ല. പക്ഷേ ജോലിക്ക് പോകുന്ന, ഡെയിലി പോകുന്ന സ്ത്രീകൾ ഇതേപോലെ കാണാൻ ഇത്തിരി ഭംഗിയൊക്കെ ഉണ്ട്, ഇത്തിരി മേക്കപ്പൊക്കെ ചെയ്ത് നല്ല ഭംഗി നടക്കുന്ന ലേഡീസ് ആകുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ പല സൈസിലുള്ള ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ, അല്ലേ? അതായത് മോശമായ രീതിയിൽ നമ്മൾ നോക്കുന്ന ആൾക്കാരുണ്ടാവും, മോശമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാവും. അപ്പം ഇത് ഈ ചില ആളുകൾക്ക് ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മോഹം കൊണ്ട് ചിലർ ഈ വശ്യപ്രയോഗം ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ വശ്യപ്രയോഗത്തിലൂടെ അവരെ വശത്താക്കി അവരത് യൂസ് ചെയ്യുന്ന മാതിരി, അല്ലെങ്കിൽ അവരുടേതാക്കി മാറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ കേസുകൾ ഞാനൊരു 5-6 ഈ അടുത്ത് ചെയ്യണ്ടായി. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരാളങ്ങനെ നമ്മുടെ മുന്നിൽ വരികയോ, അല്ലെങ്കിൽ ഒരാളോട് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഒരു അടുപ്പം തോന്നുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുന്നൊരു കാര്യമാണ് കേട്ടോ. സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകുന്നൊരു ഇഷ്ടവും അടുപ്പം പോലെയല്ല അത് വരിക. ഇത് ഫോഴ്സ്ഫുള്ളി നമുക്കൊരു ഇഷ്ടം തോന്നിപ്പോകുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളാണ്. പക്ഷേ അത് പിന്നീട് ആരോഗ്യപരമായ പ്രശ്നത്തിലേക്ക് പോവുകയും ചെയ്യും. കാരണം ബാധയല്ലേ നമ്മുടെ ശരീരത്തിൽ വന്ന് കയറുന്നത്. ആ ബാധ ബോഡിയിൽ നിന്ന് കഴിഞ്ഞാൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തുടങ്ങുകയും ചെയ്യും ഇതിനോടൊപ്പം തന്നെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. എല്ലാ സ്ത്രീകളും സേഫായിട്ടിരിക്കുക.